ഈ മനുഷ്യന് ജയിലിൽ വെച്ച് ആത്മഹത്യ ചെയ്യണമായിരുന്നു. അവൻ ചോറിൽ സൂപ്പൊഴിച്ചു. എന്നിട്ട് നേരെ ഒരു കഷണ്ടിത്തലയന്റെ അടുത്തേക്ക് നടന്നു. ഈ കഷണ്ടിത്തലയൻ ജയിലിലെ ഗുണ്ടാ സംഘത്തിന്റെ തലവനായിരുന്നു. അയാൾ ആശയക്കുഴപ്പത്തിലായി ആ മനുഷ്യനെ നോക്കി. എന്നാൽ അടുത്ത നിമിഷം ആ മനുഷ്യൻ ആഹാരം അയാളുടെ തലയിലൂടെ ഒഴിച്ചു. ഗുണ്ടാസംഘത്തലവൻ തന്റെ ആളുകളോട് അടങ്ങിയിരിക്കാൻ പറഞ്ഞു. ആരും ഇതുവരെ തന്നോട് ഇങ്ങനെ ചെയ്യാൻ ധൈര്യപ്പെട്ടിട്ടില്ലായിരുന്നു. പക്ഷെ ആ മനുഷ്യൻ അതൊന്നും കാര്യമാക്കിയില്ല. അവൻ തന്റെ ട്രേ എടുത്ത് കഷണ്ടിയെ ശക്തിയായി അടിക്കാൻ തുടങ്ങി. അപ്പോൾ ആ ഗുണ്ട ഒരു ചോപ്സ്റ്റിക്സ് എടുത്തു. അയാൾ ആ യുവാവിനെ കൊല്ലാൻ തീരുമാനിച്ചു. പെട്ടെന്ന് ആ മനുഷ്യൻ അയാളുടെ മുഖത്തേക്കടിച്ചു. അടി അത്ര ശക്തമായിരുന്നതിനാൽ കഷണ്ടിത്തലയൻ ബോധം കെട്ടു വീണു. ജയിലിലുള്ളവരെല്ലാം ഞെട്ടിപ്പോയി. ആ മനുഷ്യൻ പോലും ഇങ്ങനെയൊരു ശക്തി പ്രതീക്ഷിച്ചിരുന്നില്ല. താമസിയാതെ കാവൽക്കാർ അവനെ കൊണ്ടുപോയി. മരിക്കാനുള്ള ആദ്യ ശ്രമം പരാജയപ്പെട്ടതിനു ശേഷം അവൻ പെട്ടെന്ന് ഒരു പുതിയ ലക്ഷ്യം കണ്ടെത്തി. ജയിലിലെ കുപ്രസിദ്ധനായ സൈക്കോ കൊലയാളി. അയാൾ അങ്ങേയറ്റം അപകടകാരിയായിരുന്നു. എല്ലാവരും അയാളിൽ നിന്ന് അകന്നു നിന്നിരുന്നു. എന്നാൽ ആ മനുഷ്യൻ മരിക്കാൻ പേടിയില്ലായിരുന്നു. അവൻ നേരെ കൊലയാളിയുടെ അടുത്തേക്ക് ചെന്ന് മോശം വാക്കുകൾ പറയുകയും അയാളുടെ കുടുംബത്തെ മുഴുവൻ അധിക്ഷേപിക്കുകയും ചെയ്തു. അവൻ വീണ്ടും വീണ്ടും അയാളെ പ്രകോപിപ്പിച്ചു. കോപാകുലനായ കൊലയാളി ഒരു കത്തി പുറത്തെടുത്തു. ആ മനുഷ്യൻ പ്രതീക്ഷ കണ്ടു. അവൻ കത്തി പിടിച്ച് സ്വയം കുത്താൻ നോക്കി. എന്നാൽ ഒരു കാലത്ത് എല്ലാവരും ഭയപ്പെട്ടിരുന്ന കൊലയാളി ഇപ്പോൾ ഭയപ്പെട്ടവനെ പോലെ തോന്നി. അയാൾക്ക് ആക്രമിക്കാൻ കഴിഞ്ഞില്ല. അയാൾ സ്തംഭിച്ചുപോയി. തന്നേക്കാൾ ഭ്രാന്തനായ ഒരാൾ ഉണ്ടാകുമെന്ന് അയാൾ ഒരിക്കലും കരുതിയിരുന്നില്ല. എന്നിട്ട് ആ സൈക്കോ തറയിൽ വീണു. ഒരു കുഞ്ഞിനെപ്പോലെ കരയാൻ തുടങ്ങി. താമസിയാതെ നടന്നതെല്ലാം ജയിലിൽ എല്ലാവരും അറിഞ്ഞു. എല്ലാവരും അവനെ ഭയങ്കരനായ ഒരു രാക്ഷസനായി കണ്ടു. ഭക്ഷണസമയത്തുപോലും കാവൽക്കാർ അവനുമായി കണ്ണിൽ നോക്കുന്നത് ഒഴിവാക്കി. അവർ അവന് പ്രത്യേക പരിഗണന പോലും നൽകി. പക്ഷേ ഇത് ആ മനുഷ്യൻ ആഗ്രഹിച്ചതല്ല. ഒരു സഹതടവുകാരൻ അവനോട് പറഞ്ഞു, ഇന്നലെ രാത്രി ആരോ രക്ഷപ്പെടാൻ ശ്രമിച്ചു. കാവൽക്കാർ അവനെ അപ്പോൾ തന്നെ വെടിവെച്ചു കൊന്നു. ആ മനുഷ്യൻ ഒരു പുതിയ അവസരം കണ്ടു. അന്ന് രാത്രി അവൻ രക്ഷപ്പെടാൻ പോയി. ജയിൽ വാർഡൻ ഇത് മോണിറ്ററിൽ കണ്ടു. അവനെ വെടിവെക്കാൻ ഉത്തരവ് നൽകി. ആ മനുഷ്യൻ ഒരു ഭ്രാന്തനെപ്പോലെ ഒരു മരക്കമ്പ് വീശിക്കൊണ്ട് ഞാനിവിടെയുണ്ടെന്നും എന്നിട്ട് അലറി വിളിക്കുകയും കാവൽക്കാരെക്കൊണ്ട് വെടിവെപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അവനെ പെട്ടെന്ന് കാവൽക്കാർ വളഞ്ഞു. കാവൽക്കാർ തോക്കുകൾ ഉയർത്തി. എന്നാൽ അവർ വെടിയുതിർക്കാൻ തുടങ്ങിയപ്പോൾ വാർഡൻ ക്യാമറയിൽ ആ മനുഷ്യന്റെ മുഖം കണ്ടു. അയാൾ പെട്ടെന്ന് അരുത്, വെടിവെക്കരുത് എന്ന് വിളിച്ചു പറഞ്ഞു. അങ്ങനെ ആ മനുഷ്യന്റെ മരിക്കാനുള്ള ശ്രമം ഒരിക്കൽ കൂടി പരാജയപ്പെട്ടു.